2011 മോഡലിലെ 3 വാഹനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് വന്നുള്ളത്. 3 വാഹനങ്ങളും വി ഓപ്ഷനിൽ വരുന്ന വാഹനങ്ങളാണ്. ഈ 3 വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലയിൻറ്റുകൾ ഇതൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. ഈ വാഹനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരു ചെക്കിംഗ് വാറണ്ടി നമുക്ക് 2-3 ദിവസം ചെക്കിംഗ് വാറണ്ടി ഈ വാഹനങ്ങൾക്കൊക്കെ തരാൻ കഴിയും കേട്ടോ. ഈ ഗ്രേ കളർ വരുന്നത് നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് കിലോമീറ്റർ അതിൽ കാണിക്കുന്നത് 1,55,000 കിലോമീറ്ററാണ്. നമുക്ക് 100% ഗ്യാരണ്ടി ഒന്നും കിലോമീറ്റർ പറയാൻ കഴിയില്ല. മെക്കാനിക്കൽ പരമായിട്ടും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. പിന്നെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. വേറൊരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടേജ് ഭാഗങ്ങളിൽ മേജറായിട്ട് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. അതേപോലെ ഇത് ഈ സിൽക്കി ഗോൾഡ് വാഹനം സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 6,75,000 രൂപക്കാണ് ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി ചേഞ്ച് ഉള്ളൂ. ഇത് 7 സീറ്റ് വാഹനമാണ്. മേജർ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. ഇത് ഓൾറെഡി കേരളത്തിൽ നമ്പറായ വാഹനമാണ് കേട്ടോ. നിലവിൽ 3 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 2,10,000 കിലോമീറ്ററാണ്. ഈ 3 വാഹനങ്ങളും കിലോമീറ്റർ നമ്മൾ ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കില്ല. എന്തായാലും മെക്കാനിക്കൽ പരമായിട്ടും മേജറായിട്ടും എന്തുണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ 3 വാഹനത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ 2011 ഗ്രേ കളർ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിൽ 8 സീറ്റ് വാഹനമാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. ഗ്രേ കളറിൽ മെറ്റാലിക്കിലാണ് വരുന്നത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 40% ബാക്ക് ടയർ വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ 7 സീറ്റ് അല്ല 8 സീറ്റ് വാഹനമാണ് വരുന്നത്. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും ഇല്ല. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ. ആൻഡ്രോയിഡ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ പക്ക കണ്ടീഷൻ എന്ന് പറയാം. അത്രയും നീറ്റ് തന്നെയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലോ സൈഡ് ഭാഗങ്ങളിലൊന്നുമില്ല. ഏകദേശം നമ്മൾ ഫുൾ പെയിൻ്റ് അടിച്ച വാഹനങ്ങളാണ് ഈ 3 വാഹനങ്ങളും. നമുക്ക് അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ വരുമ്പോൾ ഒരു 90% ഫുൾ പെയിൻ്റ് അടിക്കേണ്ട ഒരു അവസ്ഥ വരും. ചെറിയ സ്ക്രാച്ച് മൈന്യൂട്ട് സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഫുൾ പെയിൻ്റ് അടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഇതിൻ്റെ സൈഡ് ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ. ഫയൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 6,75,000 രൂപയാണ് കേട്ടോ. കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് കിട്ടേണ്ട പ്രൈസാണ്. അതേപോലെ ഇത് സിൽക്കി ഗോൾഡ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്ത ബോഡി തന്നെയാണ്. നമ്മൾ ഫുൾ പെയിൻ്റ് അടിച്ച വാഹനമാണ്. മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എന്തായാലും ഇല്ല. അതേപോലെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഇതിപ്പോൾ കിലോമീറ്റർ 2020 ഓടിയിട്ടുള്ളത് 1,40,000 കിലോമീറ്ററാണ്. ഈ വാഹനത്തിൽ ഇപ്പോൾ കാണിക്കുന്നത് 90,000 കിലോമീറ്ററാണ്. മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70-75% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ 7 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവർ അടിച്ചതൊന്നല്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ തന്നെയാണ് വരുന്നത്. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ് കവേഴ്സൊക്കെ അത്യാവശ്യം വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും മേജറായിട്ടുള്ള ഒരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇതിൻ്റെ എൻജിൻ സൈഡിലും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ല കേട്ടോ. ഇൻ്റർകൂളർ എഞ്ചിനല്ല ഈ വാഹനം വരുന്നത്. സാധാ എഞ്ചിനാണ് കേട്ടോ. ഈ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 6,75 തന്നെയാണ് കേട്ടോ. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഓവർ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നമ്മൾ വില കുറച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര പ്രൈസ് വരുന്നത്. ഈ വാഹനം നിലവിൽ കേരളത്തിലെ നമ്പറായ വാഹനമാണ്. 4ാമത്തെ ഓണർഷിപ്പിലാണ് ഈ വാഹനം കിടക്കുന്നത്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളത്.
ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 70-80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട്. 8 സീറ്റ് വാഹനമാണ്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സീറ്റ് കവർ പുതിയത് ചെയ്തിട്ടൊന്നുമില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കമ്പനി സെറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. സെറ്റ് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഉള്ളത്. ബാക്ക് സൈഡ് സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി തന്നെ എല്ലാ ഭാഗങ്ങളും ഉള്ളത് കേട്ടോ. ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ടയർ ഭാഗം ചെറുതായിട്ട് കമ്മിയുണ്ട്. ഒരു 30% ടയർ ഭാഗങ്ങളുള്ളൂ. ബാക്കി ടയർ ഭാഗം 3 ഏകദേശം പുതിയത് തന്നെ പറയാം. ഒരു 90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ വാഹനം കിലോമീറ്റർ കാണിക്കുന്നത് 1,41,000 കിലോമീറ്ററാണ്. നമ്മൾ ജെനുവിനാണെന്നുള്ളത് നമ്മൾ ഗ്യാരണ്ടി പറയില്ല. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ. അതേപോലെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല കേട്ടോ. മേജറായിട്ടുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഈ വാഹനത്തിനില്ല. ഈ 3 വാഹനത്തിനും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഈ 3 വാഹനത്തിനും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലയിൻറ്റുകൾ ഇതൊക്കെ നമുക്ക് ചെക്കിങ് വാറണ്ടി തരും. 1-2 ദിവസം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു വാറണ്ടി വാഹനത്തിന് 3 നമ്മൾ കൊടുക്കുന്നതാണ്. ഈ 3 വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 6,75,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്.